കൂട്ടുകാരെ, നമ്മളിപ്പോൾ കുടജാദ്രി വന്നു. ഇനി 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. ഇനി മേലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്ന വഴി കാണിക്കാം. കൂട്ടുകാരെ, ഇത് മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള ജീപ്പ് സ്റ്റാൻഡാണ്. അപ്പം നമ്മൾക്ക് പോകാനുള്ളൊരു ജീപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറാൻ പോവുകയാണ്. നമ്മൾ ഫാമിലിയിൽ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 3500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് കൂട്ടുകാരെ. നിങ്ങളെയും കാണിച്ചു തരാൻ വേണ്ടിയാണ് റിസ്ക് എടുത്ത് ഈ വീഡിയോ സത്യത്തിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്കും ഇതൊരു അനുഗ്രഹം ആവുമല്ലോ. അപ്പോൾ ഒന്ന് കാണാമല്ലോ. എന്തായാലും കാണാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും പോകണം കേട്ടോ. ഞാൻ ഇത് 3ാമത്തെ ട്രിപ്പാണ് പോകുന്നത്. പിന്നെ മഴ ചെറുതായിട്ടൊന്നും അല്ല, മഴ നല്ല തകർക്കുകയാണ് കൂട്ടുകാരെ. നല്ല തകർത്ത് പെയ്യുകയാണ്. നല്ല മഴയുണ്ട്. പോകുന്ന വഴിയിൽ നമ്മളെ ശരീരത്തെല്ലാം വെള്ളം വീഴുകയാണ്. ജീപ്പായത് കാരണം ഒന്നും അടയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ലല്ലേ. അപ്പോൾ കയ്യിലെല്ലാം വെള്ളം വീഴുന്നുണ്ട്. പിന്നെ എന്തായാലും യാത്ര തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. പിന്നെ മഴ എന്തായാലും നന്നായിട്ട് പെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഓഫ് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നല്ല ചെങ്കൽ മണ്ണ്, നല്ല ചെളിയായിട്ട് പോവുക. ദുർഘടം പിടിച്ച യാത്ര തന്നെ കൂട്ടുകാരെ. ജീപ്പിലെ ഡ്രൈവർ എല്ലാം കഷ്ടപ്പെട്ട് തന്നെ വണ്ടി ഓട്ടിക്കുകയാണ്. എന്തായാലും ആ ഡ്രൈവറെ സമ്മതിച്ചു കൊടുക്കണം. ആ ഡ്രൈവറെന്നല്ല, അതിൽ പോകുന്ന എല്ലാ ഡ്രൈവർമാരെയും സമ്മതിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ പോകുന്നത്. അത്ര റിസ്ക് എടുത്തുള്ളൊരു യാത്രയാണ് കൂട്ടുകാരെ. കുണ്ടും കുഴിയും വളവും തിരിവും ഒക്കെ ആയിട്ട് ഇതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. പക്ഷെ കാണാൻ നല്ല സൂപ്പർ വൈബ് തന്നെ കേട്ടോ. പറയാം, ഒരു രക്ഷയില്ലാത്ത ഒരു ഇരുവശത്തും കാടും പച്ചപ്പും മലനിരയും. എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്നറിയത്തില്ല. അത്ര ഭംഗിയുണ്ട്. പച്ചപ്പും കോടമഞ്ഞും മഴയും എല്ലാം കൊണ്ട് സൂപ്പർ കേട്ടോ. ഇത് നമ്മൾ 4400 അടി മുകളിലോട്ടാണ് നമ്മൾ ഈ പോകുന്ന പോക്ക്. എന്തായാലും നനയാ മൊത്തം. നമ്മൾ മഴ കാരണം റെയിൻകോട്ട് വാങ്ങിച്ചു വെച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി കൂട്ടുകാരെ. അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. പാർവതി ദേവി മൂകാസുരനെ വധിച്ചു എന്ന് അങ്ങനെയാണ് മൂകാംബികയായി എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഭദ്രകാളി ക്ഷേത്രവും മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രവുമാണ്. പിന്നെ നമ്മൾ കുറച്ചങ്ങനെ നമ്മളവിടെയൊക്കെ ചെന്ന് നോക്കുകയാണ് കൂട്ടുകാർ. ഇനി നമ്മൾ മേലോട്ട് വേണം നടക്കാനിട്ട്. ഇത് തീർത്ഥക്കുളമാണ്, നാഗതീർത്ഥം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ അവിടെയൊക്കെ കയറി കാലൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം നമ്മൾ നടക്കാൻ തുടങ്ങി. ഇനി മുകളിലോട്ട് നടക്കണം. അങ്ങനെ നമ്മളുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു കൂട്ടുകാരെ. കാൽനടയായിട്ടുള്ളൊരു യാത്രയാണ്. റിസ്ക് എടുത്തുള്ളൊരു യാണ്. ചേട്ടായി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ നിർബന്ധപൂർവ്വം വിളിച്ച് അങ്ങനെ കയറ്റി ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങുന്നു. നല്ല കല്ലും മുള്ളുമൊക്കെ ചവിട്ടിയുള്ളൊരു യാത്രയാണ്.
അമ്മ ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് കൂട്ടുകാരെ. അത്രയ്ക്ക് നമുക്ക് ഇത്രയും നടന്നിട്ടും ഒരു ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. നല്ല നടത്തയുണ്ട്. ആ കല്ലൊക്കെ കിടക്കുന്നത് കണ്ട, മുള്ളു പോലെ കല്ലൊക്കെ കിടക്കുന്നത് കണ്ട. പക്ഷേ നല്ലൊരു വൈബ് തന്നെയാണ്. മഴയും പിന്നെ തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു വൈബ് തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിവിടെ നിങ്ങൾ വരണം എന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെയേറെ എൻജോയ് ചെയ്താണ് യാത്ര ചെയ്തത്. ഒത്തിരിയും കളിച്ചും ചിരിച്ചും ഓടിയും ചാടിയൊക്കെയാണ് ഞാൻ പോയത്. ചേട്ടാ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. നടക്കുകയാണ് കൂട്ടുകാരെ. നടന്നിട്ടും എത്തുന്നില്ല. അത്രയ്ക്ക് നടത്തിയുണ്ട്. ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട ആ കുലുക്കവും ചാട്ടവും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും നേരം വന്നത് ഇവിടെ വന്ന ശേഷം നമുക്കൊന്നും അല്ലാതായിപ്പോയി. അത്ര മനോഹരമായ സ്ഥലം കൂട്ടുകാരെ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച സ്ഥലം. അത്ര മനോഹരമായ സ്ഥലം കൂട്ടുകാരെ. മേഘങ്ങളെയൊക്കെ നമുക്ക് കയ്യെത്തി പിടിക്കാം. അതേ കണക്കുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതല്ലേ. നിങ്ങൾ നോക്ക്. നല്ലൊരു വൈബല്ലേ ഇത്. കണ്ടു നോക്ക് കേട്ടോ. കുറച്ചുകൂടെ ഉള്ളു ഇനി. കുറച്ചേ ഉള്ളു. കുട മടയ്ക്കോ? തുറക്കണ്ട. കാരണം കാറ്റ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കൂട്ടുകാരെ ശരിക്കും ശ്രദ്ധിച്ച് നടക്കേണ്ട സ്ഥലമാണ് ഈ ഭാഗം. കാരണം എന്ന് വെച്ചാൽ ഇടതുവശത്ത് നല്ല കൊക്കയാണ്. താഴോട്ട് വീണു പോയാൽ പൊടി പോലും കിട്ടത്തില്ല. അതുപോലത്തെ കൊക്കയാണ്. താഴെ ദൂരത്ത് കൊക്കയാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം എത്തുമ്പോൾ ഇത്തിരി ശ്രദ്ധയോടുകൂടി തന്നെ നടക്കണം. ഞാൻ പേടിച്ചിട്ട് താഴെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ കൂടെ നടന്നാൽ സേഫാണ്. കാരണം മുകളിൽ കൂടെ നമ്മളെ കാലം കാണും ചറുക്കിയും കാണും താഴെ കിടന്നാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ കുഴിയിൽ കൂടെ നടന്ന് പോവുകയാണ് കൂട്ടുകാരെ. കണ്ടോ, ഇത് ഈ മഴയൊക്കെ വന്ന് ഒലിച്ചു പോയ ഭാഗമായിരിക്കും ആ കുഴി പോലെ ആയത്. ആ കുഴി എനിക്ക് എന്തായാലും ഒരു അനുഗ്രഹം തന്നെയായി. കാരണം എന്ന് വെച്ചാൽ ആ കുഴി കൂടെ നടന്ന് പോവാമല്ലോ.
നമ്മുടെ അപ്പോഴത്തെ ഒരു സന്തോഷമൊന്നും പറയാനില്ല കൂട്ടുകാരെ. നല്ല കാറ്റും മഴയും തണുപ്പും. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കൂട്ടുകാരെ. ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞപീഠം. നമ്മൾ വന്നു കൂട്ടുകാരെ. ദൈവമേ, ഈ സ്ഥലത്ത് എനിക്ക് 3-ാം തവണയാണ് എനിക്ക് വരാൻ സാധിച്ച് ആ ഒരു ഭാഗ്യം തന്നത്. ഇനിയും വരാനുള്ള ഭാഗ്യം തരട്ടെ. ഈശ്വരനും ഞാനും ഒന്നാണ്. ഈശ്വരൻ കുടികൊള്ളുന്നത് നമ്മുടെ ഉള്ളിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയും. ഇവിടെ വന്നാൽ തീർച്ചയായും തിരിച്ചറിയും. നിങ്ങളെല്ലാവരും വരണം കൂട്ടുകാരെ. നമുക്കൊരു നഷ്ടവും ഉണ്ടാവത്തില്ല. എത്ര പൈസ പോയാലും ശരി, നിങ്ങളിവിടെ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ആഗ്രഹം. Udah jadi, bye.